നമസ്കാരം. അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ബോംബ് വർഷം. ഡെൻമാർക്ക് ട്രംപിനെതിരെ ബോംബിടുകയാണ്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുവാൻ ട്രംപ് തയ്യാറെടുക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം സൈന്യത്തെ ഇറക്കി പ്രതിരോധം തീർക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെടിയുതിർക്കാതിരിക്കുവാൻ ഡെൻമാർക്കിനാകുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ബോംബ് വർഷം അമേരിക്കയ്ക്കെതിരെ നടത്തിയാലും അതിനകത്ത് നമ്മൾ അതിശയിക്കാനില്ല. ഇതിന് കാരണമാകുന്നത് ലോകത്തെ ഏറ്റവും വലിയ ദ്വീപായിട്ടുള്ള ഗ്രീൻലാൻഡിനെ ചൊല്ലി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം. ആ തർക്കം ഇങ്ങനെ രൂക്ഷമാവുകയാണ്. ഗ്രീൻലാൻഡ് സ്വന്തമാക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഡെൻമാർക്കിന്റെ പരമാധികാരത്തെ സംരക്ഷിക്കുവാൻ യൂറോപ്യൻ സഖ്യകക്ഷികൾ സൈനികമായിട്ട് ഒന്നിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ബ്രിട്ടൻ, നെതർലൻഡ്സ്, ഫിൻലാൻഡ്, സ്വീഡൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക സംഘങ്ങൾ ഗ്രീൻലാൻഡിൽ എത്തിക്കഴിഞ്ഞു. മേഖലയിലെ അമേരിക്കൻ സ്വാധീനം തടയുകയാണ് ഇവരുടെ ലക്ഷ്യം. മാത്രമല്ല, ഗ്രീൻലാൻഡ് ഭൂമിയിൽ ആരെങ്കിലും അതിക്രമിച്ചു കയറിയാൽ മുൻകൂർ അനുമതി കൂടാതെ തന്നെ വെടിയുതിർക്കാനാണ് ഡെൻമാർക്ക് തങ്ങളുടെ സൈനികർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് ഏതെങ്കിലും തരത്തിൽ അതിക്രമിച്ചു കയറാൻ ട്രംപ് മുതിർന്നാൽ ട്രംപിനെ ബോംബിട്ട് തകർക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, കാണുന്ന മാത്രയിൽ തന്നെ വെടിവെക്കുവാനുമുള്ള നിർദ്ദേശം ഡെൻമാർക്ക് നൽകിയിട്ടുണ്ട് സൈനികർക്ക്. ഗ്രീൻലാൻഡ് കൈമാറാൻ വിസമ്മതിക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ കനത്ത ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് ട്രംപിന്റെ ഭീഷണി ഇത് യൂറോപ്യൻ രാജ്യങ്ങളെ പ്രകോപിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഗ്രീൻലാൻഡിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രാധാന്യവും പ്രകൃതി വിഭവങ്ങളുമാണ് ട്രംപിനെ ഈ നീക്കത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് തങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് എന്നും വിൽപ്പനയ്ക്കുള്ളത് അല്ല എന്നും ഡെൻമാർക്കിന്റെ നിലപാട് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് മടങ്ങിപ്പൊയ്ക്കോ ട്രംപെ എന്നുള്ളതാണ് ഡെൻമാർക്കിന്റെ നിലപാടെന്ന് പറഞ്ഞത്. ഇല്ല എന്നുണ്ടെങ്കിൽ പള്ളയിൽ കത്തികയറ്റുമെന്ന് പറയപ്പെടുന്നത് പോലെ അമേരിക്കയിൽ ബോംബ് വർഷം നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ്. വെടിവെക്കുവാനും ബോംബിടുവാനും തയ്യാറാവുകയാണ് ഡെൻമാർക്ക്. പ്രതിരോധപരമായി അതീവ പ്രാധാന്യമുള്ള പ്രദേശമാണിത്. ധാതു നിക്ഷേപങ്ങളും ആർട്ടിക് മേഖലയിലെ പുതിയ കപ്പൽ പാതകളും നിയന്ത്രിക്കുവാൻ ഗ്രീൻലാൻഡ് കൈവശപ്പെടുത്തുന്നത് വഴി അമേരിക്കയ്ക്ക് സാധ്യമാകുന്ന കാര്യങ്ങളാണിത്. എന്നാൽ നാറ്റോ സഖ്യകക്ഷികൾക്കിടയിലെ ഈ ഭിന്നത ആഗോള സുരക്ഷയെ തന്നെ ബാധിച്ചേക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിനിടെ ഗ്രീൻലാൻഡ് വിഷയത്തിൽ നോർവീജിയൻ പ്രധാനമന്ത്രിയായുള്ള ജോനാസ് ഗഹർ സ്റ്റോർ അയച്ച സന്ദേശത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മറുപടി എന്ന് പറയപ്പെടുന്ന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറുകയാണ്. തനിക്ക് നൊബേൽ സമാധാനത്തിന് ആ പുരസ്കാരം നിഷേധിച്ചതാണ് സമാധാനപരമായ നിലപാടുകളിൽ നിന്ന് മാറാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്ന് ട്രംപ് തുറന്നു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. തനിക്ക് നോബൽ സമ്മാനം നിഷേധിച്ചതിൽ പ്രകോപിതനായിട്ടുള്ള ട്രംപ് നോർവേ പ്രധാനമന്ത്രിക്ക് അയച്ച മറുപടി സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 8 യുദ്ധങ്ങൾ വരെ തടഞ്ഞിട്ടും തന്നെ അവഗണിച്ച നോർവീജിയൻ നോബൽ കമ്മിറ്റിയുടെ നടപടി കാരണം ഇനി സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ താൻ ബാധ്യസ്ഥനല്ല എന്നും അമേരിക്കയുടെ താല്പര്യങ്ങൾക്കായിട്ട് ഏതറ്റം വരെയും പോകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അപ്പോൾ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ പുതിയ താരിഫുകൾ ചുമത്തുന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് നോർവേ പ്രധാനമന്ത്രി ആയിട്ടുള്ള ജോനാസ് ഗഹർ സ്റ്റോർ കഴിഞ്ഞ ദിവസം ട്രംപിന് കത്തയച്ചത്. അപ്പോൾ ഈ പ്രഖ്യാപനത്തിന് ഒരു ദിവസം മുൻപ് ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഫ്രാൻസ്, ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, നെതർലാൻഡ്സ്, ഫിൻലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് ഫെബ്രുവരി 1 മുതൽ 10% താരിഫ് ഏർപ്പെടുത്തുമെന്നും ഇത് പിന്നീട് 25% വരെ ഉയർത്താൻ സാധ്യതയുണ്ട് എന്നും ട്രംപ് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സ്റ്റോറിന്റെ സന്ദേശത്തിന് ഈ 30 മിനിറ്റിനുള്ളിൽ ട്രംപിന്റെ വിവാദപരമായിട്ടുള്ള പ്രതികരണം ടെക്സ്റ്റ് സന്ദേശമായിട്ട് എത്തുകയും ചെയ്തു. ഒക്ടോബറിൽ തനിക്ക് നോബൽ സമ്മാനം നിഷേധിക്കപ്പെട്ടതിൽ നോർവേ സർക്കാരിനെ കുറ്റപ്പെടുത്തിയ ട്രംപ് അമേരിക്കയ്ക്ക് സമാധാനത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കേണ്ടതില്ല എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. നാറ്റോ സ്ഥാപിതമായതിനു ശേഷം മറ്റാരെക്കാളും കൂടുതൽ ഞാൻ നാറ്റോയ്ക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നാറ്റോ അമേരിക്കയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതാണ് എന്ന് ട്രംപ് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. നാറ്റോ ഏത് തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് ഗ്രീൻലാൻഡ് വിഷയത്തിൽ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ അധീനതയിലാക്കുവാനുള്ള നീക്കത്തിന് തടസ്സം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ കടുത്ത ഇറക്കുമതി തീരുവ ചുമത്തി പിന്തിരിപ്പിക്കുവാനുള്ള നീക്കമാണ് ഇപ്പോൾ ട്രംപ് നടത്തുന്നത്. ഗ്രീൻലാൻഡിനെ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും സംരക്ഷിക്കുവാൻ ഡെൻമാർക്കിന് കഴിയില്ല എന്നും ചരിത്രപരമായിട്ട് ഗ്രീൻലാൻഡ് മേൽ ആർക്കും പ്രത്യേക അവകാശമില്ല എന്നുമുള്ള ട്രംപിന്റെ വാദം എന്ന് പറയപ്പെടുന്നത് തള്ളിക്കളയപ്പെടുന്നുണ്ട്. ട്രംപിന്റെ ഈ നിലപാടുകളെയാണ് ബ്ലാക്ക് മെയിലിംഗ് എന്നാണ് യൂറോപ്യൻ സുരക്ഷാ വിദഗ്ധരടക്കം വിശേഷിപ്പിക്കുന്നത്. നോർവേ പ്രധാനമന്ത്രിയായിട്ടുള്ള ജോനാസ് ഗഹർ സ്റ്റോർ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ശ്രമിച്ചുവെങ്കിലും സമാധാന പുരസ്കാരവും ഒപ്പം തന്നെ വ്യാപാര ബന്ധങ്ങളും തമ്മിൽ കൂടിക്കാഴ്ചയുമുള്ള
ട്രംപിന്റെ പ്രതികരണം അത് യൂറോപ്പിനെ സത്യത്തിൽ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് ട്രേഡ് ബസൂക്ക എന്നറിയപ്പെടുന്ന സാമ്പത്തിക പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അമേരിക്കയ്ക്ക് മേൽ 81 ബില്യൺ പൗണ്ടിന്റെ നികുതി ചുമത്തുന്ന കാര്യം നേതാക്കൾ ആലോചിക്കുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഉൾപ്പെടെയുള്ളവർ ട്രംപിന്റെ നീക്കങ്ങളെ വളരെ ശക്തമായിട്ട് വിമർശിച്ചു. നാറ്റോ സഖ്യത്തിന്റെ ഐക്യത്തെ പോലും തകർക്കുന്ന ആ രീതിയിലുള്ള ഈ തർക്കം വളരുന്നത് ആഗോള സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഗ്രീൻലാൻഡും നാറ്റോയും ഗ്രീൻലാൻഡിന്റെ ഉടമസ്ഥാവകാശം ഡെൻമാർക്കിനാണെങ്കിലും അവിടെയുള്ള റഷ്യൻ ചൈനീസ് ഭീഷണികളെ നേരിടുവാൻ ഡെൻമാർക്കിന് സാധിക്കുന്നില്ല എന്നും അതിനാൽ അമേരിക്ക അത് ഏറ്റെടുക്കണമെന്നുമായിരുന്നു ട്രംപിന്റെ വാദം. ട്രംപിന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങളിൽ പ്രതിരോധം തീർത്ത് ഡെൻമാർക്ക് ആദ്യ വെടിപൊട്ടിക്കുവാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഈ നീക്കത്തിന് ഞെട്ടിയിരിക്കുകയാണ് അമേരിക്കയും ഡൊണാൾഡ് ട്രംപും. അതായത് ഗ്രീൻലാൻഡിനായിട്ട് US യുദ്ധത്തിനിറങ്ങുമ്പോൾ ബോംബ് വർഷത്താലായിരിക്കും ട്രംപിനെ സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അക്ഷരാർത്ഥത്തിൽ അമേരിക്കയും യൂറോപ്പും നേർക്കുനേർ പോരിന് കളമൊരുങ്ങുന്നു എന്ന് വേണമെങ്കിൽ ഇതിലൂടെ പറയാം. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കുവാനുള്ള ഒരു ശ്രമം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അടുത്ത നിമിഷം അമേരിക്കയിൽ ബോംബ് വർഷം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഡെൻമാർക്ക് അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. ട്രംപിനെതിരെ ബോംബിടാൻ തന്നെയാണ് ഡെൻമാർക്കിന്റെ തീരുമാനം. അത്തരത്തിലുള്ള വലിയ തീരുമാനങ്ങളിലേക്ക് ഡെൻമാർക്ക് എത്തപ്പെടുന്നു. ഗ്രീൻലാൻഡ് പിടിച്ചടക്കുക എന്നുള്ള ട്രംപിന്റെ ആ ഒരു കൊതി അത് ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഡെൻമാർക്ക് എന്ന് പറയപ്പെടുന്ന രാജ്യത്തിന്റെ യാത്ര. എവിടെ വെച്ചാണെങ്കിലും ഏത് വിധേയനാണെങ്കിലും ഒരു തരത്തിലുള്ള ആക്രമണവും അല്ലെങ്കിൽ പിടിച്ചടക്കലും ഗ്രീൻലാൻഡ് കാര്യത്തിൽ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് അമേരിക്കയുടെ അവസാനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം.